ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ വളരെ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ചർച്ചാ വിഷയം. അതായത് നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറി എത്രത്തോളം നമ്മൾ കൊട്ടിഘോഷിക്കുന്ന ഒരു സ്ഥാപനം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റേറ്റിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ ഏറ്റവും വളരെ എന്താണ് പറയുന്നത്, നമ്മൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സിസ്റ്റം ആണെങ്കിൽ തന്നെയും പക്ഷേ അതിൻ്റെ അവസ്ഥ എത്രത്തോളം പരിതാപകരമാണ് എന്നുള്ളതാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മളുടെ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം, അതായത് കീഴ്ക്കോടതി മുതൽ സുപ്രീം കോടതി വരെ കെട്ടിക്കിടക്കുന്ന, എന്നുവെച്ചാൽ തീർപ്പ് കൽപ്പിക്കാതെ ഇതുവരെ ഒരു നീക്കുപോക്കുമില്ലാതെ ഇതിനകത്തിൽ പെൻഡിംഗ് ആയിട്ട് കിടക്കുന്ന കേസുകളുടെ എണ്ണം 2025 കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം 5.5 കോടി 3 ലക്ഷം 30 ലക്ഷം കേസുകൾ ആണ് ഇതുവരെ നമ്മളുടെ ഈ സിസ്റ്റത്തിൽ പെൻഡിംഗ് ആയിട്ട് ഉള്ളതെന്നാണ് നമുക്ക് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 5.5 കോടി 25 ലക്ഷം എന്നും പറയും. ഏകദേശം റഫായിട്ട് നമുക്ക് 5.30 കോടി കേസുകൾ. അത് നമ്മൾ ഈ രാജ്യത്തെ ഏറ്റവും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് രാഷ്ട്രീയക്കാരെക്കുറിച്ചും പൊളിറ്റിക്സിനെ കുറിച്ചും പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ കുറിച്ചും രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ചും പൊളിറ്റിക്കൽ കൾച്ചറിനെ കുറിച്ചും ഒക്കെ ആണല്ലോ. കാരണം വളരെ കറപ്ഷൻ രാഷ്ട്രീയത്തിലുണ്ട്, അത് നമുക്കെല്ലാവർക്കും അറിയാം. ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള അഴിമതികളും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയ സംവിധാനത്തിൽ നിലനിൽക്കുന്നത് നമ്മൾ നിത്യേന ഡെയിലി ലൈഫിൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. പക്ഷേ ഒരു രീതിയിലും ശ്രദ്ധിക്കപ്പെടാതെ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഒട്ടും അറിയാൻ വയ്യാത്തൊരു കാര്യം ആണ് ജുഡീഷ്യറിയെക്കുറിച്ചുള്ള ഈ ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥ. ഇവിടെ ഏറ്റവും മാറ്റം വരുത്തേണ്ട ജനാധിപത്യ ഇത് ജനാധിപത്യത്തിൻ്റെ തൂണാണല്ലോ, 3 പില്ലാറിലൊന്നാണല്ലോ. നമ്മുടെ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ എന്ന് പറയുന്ന 3 പില്ലേഴ്സ് അല്ലെങ്കിൽ തൂണുകൾ, വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജനാധിപത്യത്തിൻ്റെ തൂണുകളിലൊന്ന് ആണല്ലോ ജുഡീഷ്യറി എന്ന് പറയുന്നത്. അത് നിയമനിർമ്മാണ സഭയായിട്ടുള്ള ലെജിസ്ലേച്ചറിൽ നമ്മൾ പൊതുവെ പാർലമെന്റ് അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലൊക്കെ തന്നെ രാഷ്ട്രീയക്കാരും അവരുടെ പ്രകടനങ്ങളും അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു തൂണാണ് നിയമനിർമ്മാണ സഭ, മറ്റൊരു തൂണാണ് ഭരണനിർവഹണ വിഭാഗം, അതായത് നമ്മുടെ ഗവൺമെന്റ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് നീതിന്യായ വ്യവസ്ഥ. അപ്പോൾ ഈ രണ്ട് സെക്ടറിലും അല്ലെങ്കിൽ ഈ രണ്ട് തൂണുകളിലും നമുക്കറിയാം അഴിമതിയുടെ കൂത്തരങ്ങാണെന്ന് നമുക്കറിയാം. അത് കേന്ദ്രത്തിലായാലും താഴോട്ട് വ്യത്യസ്തമായിട്ടുള്ള സംസ്ഥാനങ്ങളിലായാലും അതിനും താഴെയുള്ള ലോവർ, ഇപ്പം നമ്മൾ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് വരുമ്പം ഏതെല്ലാം ഇവിടെ ഹൈറാർക്കിൽ ഏതെല്ലാം ലെയർ ഉണ്ടോ അവിടെ എല്ലാം കറപ്ഷൻ കൊടികുത്തി വാഴുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ ജുഡീഷ്യറിയെ കുറിച്ച് ആരും സംസാരിക്കാറില്ല. അതിനെക്കുറിച്ച് ആരും പൊതുവെ എന്താണ് പറയുന്നത്, ആശങ്കപ്പെടാറില്ല. പക്ഷേ ഏറ്റവും ഭീകരമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജുഡീഷ്യറി വളരെ പരിതാപകരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഭീകരമായിട്ടുള്ള അവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇന്ത്യയിൽ ഉള്ളത്. അപ്പോൾ അതിനകത്തിൽ അതുകൊണ്ടാണ് നമുക്ക് പറയുന്നത്, ഈ പറഞ്ഞ രാഷ്ട്രീയ സംവിധാനങ്ങളെക്കാൾ കൂടുതൽ റിഫോംസ് ഉണ്ടാക്കിയെടുക്കേണ്ട അല്ലെങ്കിൽ മാറ്റം വരുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ എന്നാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും അല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ്. ദക്ഷിണ കൊറിയയിൽ, സൗത്ത് കൊറിയയിലെ ജനസംഖ്യയെക്കാൾ കൂടുതൽ കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. അതായത് 5.30 കോടി കേസുകളാണ് റഫായിട്ടുള്ളത്. ഇതിലെ കൃത്യമായിട്ട് 2025 റിപ്പോർട്ട് കൃത്യമായിട്ട് ഫൈനലൈസ് വന്നിട്ടില്ല. ഏകദേശം നമുക്ക് ഈ വർഷം ഒരു mid-26 നമുക്ക് കൃത്യമായിട്ട് അറിയത്തുള്ളൂ. എന്നാലും 2024 കണക്കുകൾ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു 2% ഇൻക്രീസറൊക്കെ വരുമ്പോൾ ഏകദേശം 5.30 കോടി കേസുകളാകും അല്ലെങ്കിൽ അതിനോടടുത്ത് ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഡിലേ, ഈ ജസ്റ്റിസിലുള്ള ഡിലേ വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത്. നമുക്കതിനൊരു ഏഹ്, ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് വെച്ച് അല്ലെങ്കിൽ ഒറ്റ മാനദണ്ഡത്തിൽ നമുക്കതിനെ തീർച്ചയായിട്ടും അളന്ന് തിട്ടപ്പെടുത്താൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു, ഈ സൗത്ത് കൊറിയയിലെ ജനസംഖ്യയെക്കാളെ കൂടുതൽ ഏഹ്, കേസുകൾ ഇവിടെ കെട്ടിക്കിടക്കുന്നുണ്ട്. അത് ഈ രാജ്യത്തിന് നമുക്ക് അപമാനം എന്ന് മാത്രമല്ല, ഇത് വലിയൊരു കുറ്റകൃത്യമാണ്. അല്ലെങ്കിൽ ഇത് ഇന്ത്യയെ കാർന്നു തിന്നുന്ന വലിയൊരു ക്യാൻസറായിട്ട് നിലനിൽക്കുകയാണ്. കാരണം നമ്മളുടെ ടാക്സ് പേയേഴ്സിൻ്റെ എന്തുമാത്രം പൈസയായിരിക്കും അല്ലെങ്കിൽ നികുതിപ്പണമായിരിക്കും ഇത് തിന്നു തീർക്കുന്ന ഇങ്ങനെ കേസ് ഇപ്പോൾ 1-2 വർഷമായിട്ടില്ല. നമുക്കറിയാം
വർഷങ്ങളായിട്ട് തീർപ്പ് കൽപ്പിക്കാത്ത കേസുകൾ നമ്മളുടെ ലോവർ കോർട്ട് മുതൽ സുപ്രീം കോടതിയിൽ വരെ കെട്ടിക്കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ പെൻഡിങ് ആയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും കൂടുതൽ കേസുകൾ ലോവർ കോർട്ടിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നാഷണൽ ജുഡീഷ്യൽ ഡാറ്റ ഗ്രിഡ്, നമ്മുടെ ഗവൺമെൻറ് തന്നെ ഈ പറഞ്ഞ ഒരു സംവിധാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ അവർ കൊടുത്തിരിക്കുന്നത് 4,78,31,907 പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് അപ്ഡേറ്റഡ് ആയിട്ടില്ല. ഇത് എന്നുവരെ ഉള്ളതെന്ന് ഇപ്പം അറിയാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇത് 5 കോടിയിൽ പരം കേസുകളുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിവിൽ കേസസ് 1,11,00,000. അത് മോർ ദാൻ 1 ഇയർ ഓൾഡാണ്. ഇതിനകത്തിൽ മോർ ദാൻ 1 ഇയർ ഓൾഡ് 72.31% വരും. പിന്നെ ക്രിമിനൽ കേസസ് മൊത്തം 3,67,00,000 അത് ഒരു വർഷത്തിന് മേലുള്ളത് 2,75,000, അതായത് 75.14% വരും. പിന്നെ ടോട്ടൽ കേസാണ് 4 കോടി. ഇവിടെ കാണിച്ചിരിക്കുന്ന ഫിഗറാണ്. ഇത് കൃത്യമല്ല, അപ്ഡേറ്റ് അല്ല. 5 കോടിയിൽ പരം ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അതിപ്പം 4 ടോട്ടൽ കേസസ്. പിന്നെ ഒരുപക്ഷെ ഈ പ്രീ ലിറ്റിഗേഷൻ പ്രീ ട്രയലോടെ കൂട്ടിയായിരിക്കും. 78 ലക്ഷം, 12 ലക്ഷം, 70, 10, 80, 90, 4,90,00,000, ഏകദേശം 5 കോടിക്ക് മേളിൽ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഈ നാഷണൽ ജുഡീഷ്യൽ ഡാറ്റ ഗ്രിഡിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡാറ്റ ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ഈ പെൻഡിങ് ആയിട്ടുള്ള ഇത്രയും ഭയാനകമായിട്ടുള്ള കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്ത്യക്ക്. കാരണം മറ്റ് മേഖലകളിലൊക്കെ തന്നെ നമ്മൾ റിഫോംസും പരിഷ്കാരങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് ജനങ്ങൾ മുറവിളി കൂട്ടുകയും കറപ്ഷനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു വിഭാഗത്തെ, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം നമ്മൾ മറന്നുപോവുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ വേഗതയിൽ ഈ കേസുകളൊക്കെ തീർപ്പ് കൽപ്പിക്കാൻ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു സ്പീഡാണ് ജുഡീഷ്യറിക്ക് ഉള്ളതെങ്കിൽ ഈ കെട്ടിക്കിടക്കുന്ന കേസുകളൊക്കെ തന്നെ തീർക്കാൻ 323 വർഷം എടുക്കുന്നതാണ് പൊതുവെയുള്ള റഫായിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയുന്നത്. അതിൻ്റെ അപ്പോൾ ഈ ഇതിൻ്റെ കൂടെ വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കൂടുതൽ കൂടുതൽ കേസുകൾ ഉണ്ടാവുകയും അതെല്ലാം പെൻഡിങ് ആയി കിടക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ ഇത് 323 അല്ലെങ്കിൽ 320 അല്ലെങ്കിൽ 325 വർഷത്തോളം ഈ ഒരു സ്പീഡ് നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ കോടതിയുടെ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ ഈ ഡെലിവറി സിസ്റ്റത്തിൻ്റെ സ്പീഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ 323 വർഷമെങ്കിലും ഇതിനകത്തിൽ വേണ്ടി വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇന്ത്യയിൽ 10 ലക്ഷം പേർക്ക് വെറും 20 ജഡ്ജിമാരുള്ളൂ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ. എന്നുവെച്ചാൽ ടോട്ടൽ ഇന്ത്യയിലെ ജഡ്ജിമാരെയും അതുപോലെ തന്നെ പോപ്പുലേഷനോടെ കണക്കിലെടുക്കുമ്പോൾ 10 ലക്ഷം ആൾക്കാർക്ക് 20 ജഡ്ജിമാർ മാത്രമാണുള്ളത്. അമേരിക്കയിൽ അത് 150 ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ ജഡ്ജിമാരുടെ എണ്ണം ഇത്ര കുറവാണെന്നിരിക്കെ നിലവിലുള്ള ഹൈക്കോടതി ജഡ്ജിമാരുടെ തസ്തികയിൽ ഏകദേശം 32% ഒഴിഞ്ഞും കിടക്കുകയാണ്. അപ്പോൾ ഇല്ല കൂനിന്മേൽ കുരു എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പോൾ അബ്സല്യൂട്ട്ലി നമുക്ക് ഏറ്റവും ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ റിഫോംസ് വേണ്ട, പരിഷ്കാരങ്ങൾ വേണ്ട, ഇതിനെ മോഡേണൈസ് ചെയ്യേണ്ട ഒരു മേഖലയാണ് നമ്മളുടെ നീതിന്യായ വ്യവസ്ഥ. ഏകദേശം നമ്മുടെ മൊത്തം ജുഡീഷ്യൽ സംവിധാനത്തിൽ തസ്തികകളിൽ 20% ഒഴിഞ്ഞിടക്കുകയാണ്. സ്വജനപക്ഷപാതത്തെക്കുറിച്ചൊക്കെ നമ്മൾ രാഷ്ട്രീയക്കാരെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്വജനപക്ഷപാതത്തെക്കുറിച്ചും കൊളീജിയം സംവിധാനത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ജഡ്ജിമാരെ ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുക അവർ തന്നെ അവരുടെ ഇന്റേണൽ സിസ്റ്റം അവർ വിസമ്മതിക്കുന്നുണ്ട്. കാരണം ഇതൊരു ക്ലിക്ക് അല്ലെങ്കിൽ ഒരു കൾട്ടായിട്ട് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു രീതിയിലുള്ള മാറ്റങ്ങളും വരുത്തുവാൻ അവരുടെ പ്രിവിലേജിനെ തൊട്ടുകളിക്കാൻ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെയോ അല്ലെങ്കിൽ നമ്മളുടെ എക്സിക്യൂട്ടീവിനോ ലെജിസ്ലേച്ചറിനെയോ ഒന്നും അവർ അനുവദിക്കത്തില്ല എന്നുള്ളതാണ് ഇതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവായിട്ട് നിലനിൽക്കുന്നത്. ഇന്ത്യയിലെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഉണ്ട്, ഒരു ഒറ്റ കോടതിയാണത്. അവിടെ ജോലി ചെയ്യുന്നവരുടെ 32% പരസ്പരം ബന്ധുക്കളാണ്. അതായത് അഭിഭാഷകരെ, ജഡ്ജിമാരെ, മറ്റുദ്യോഗസ്ഥരെ എന്നിവരടക്കം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഈ ജുഡീഷ്യറിയായിട്ട് ബന്ധപ്പെട്ട വളരെ നമുക്ക് എടുത്തു പറയത്തക്ക ചില കാര്യങ്ങൾ. എന്നാൽ ഇനിയും നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സംസ്ഥാനങ്ങളിലെയും പെൻഡിങ് ആയിട്ടുള്ള കോർട്ട് കേസസാണ്. ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശിലാണ്, 117 ലക്ഷം ഉണ്ട്. നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പം 13 ലക്ഷം കേസുകളോളം പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട്. തമിഴ്നാട്ടിൽ 29 ലക്ഷമുണ്ട്, മഹാരാഷ്ട്ര 54 ലക്ഷമുണ്ട്, മധ്യപ്രദേശിൽ 24 ഉണ്ട്, പിന്നെ ബീഹാറിൽ 38 ലക്ഷം. അപ്പോൾ അങ്ങനെ പോകുന്നു നമ്മുടെ പല സംസ്ഥാനങ്ങളും. പിന്നെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശിലാണ്. കാരണം അവിടുത്തെ പോപ്പുലേഷനും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടല്ല, അവിടുത്തെ പോപ്പുലേഷൻ്റെ ഒരു റേസ് അടിസ്ഥാനത്തിലായിരിക്കും ചിലപ്പോൾ 117 ലക്ഷം കേസുകളും. ബീഹാറിൽ 38 ലക്ഷം, മഹാരാഷ്ട്രയിൽ 54 ലക്ഷമുണ്ട്, തമിഴ്നാട്ടിൽ 29 ലക്ഷവും,
പിന്നെ ബംഗാളിൽ 32 ലക്ഷമുണ്ട്, ഗുജറാത്തിൽ 26 ലക്ഷം കേസുകൾ. ഇതെല്ലാം പെൻഡിങ് കേസുകളാണ്. രാജസ്ഥാനിൽ 23 ലക്ഷം. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ എല്ലാം ഇത് വളരെ ഈ ഭീതി പരത്തുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ശരിക്കും ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പല കാരണങ്ങൾ നമുക്കിവിടെ പറയുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഇപ്പോൾ സമയമില്ല. നമ്മൾ എന്തായാലും പൊതുവെ ജനറലായിട്ട് നമുക്കൊന്ന് പറഞ്ഞു പോകാം. അപ്പോൾ ഈ ഡിസ്ട്രിക്ട് കോർട്ടിലാണ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് കോർട്സിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കേസുകൾ പെൻഡിങ് ആയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളെ ഈ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ പരിതാപകരമായിട്ടുള്ള അവസ്ഥ വിളിച്ചറിയിക്കുന്ന ഒരു സെനറിയാണിതെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതിനകത്തിൽ ഈ പറഞ്ഞ കേസുകൾ എന്തുകൊണ്ട് പെൻഡിങ് ആണെന്ന് ചോദിച്ചാൽ നമുക്ക് അതിന് ഒരു കാരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഈ കേസുകൾ നമുക്കറിയാം, സിവിൽ കേസുണ്ട്, ക്രിമിനൽ കേസുണ്ട്, പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പല വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിലാണ് കേസുകൾ നമ്മുടെ കോടതികളിൽ ഉള്ളത്. അപ്പോൾ ഇതിനൊക്കെ തീർപ്പ് കൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അതിന് വൻതോതിലുള്ള അഴിച്ചുപണി നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിന് ഉണ്ടാകേണ്ടി വരും. അപ്പോൾ ഈ 2025 കൃത്യമായിട്ടുള്ള കണക്കുകൾ നമുക്കിത് ലഭ്യമായിട്ടില്ല. ഇത് നാഷണൽ ജുഡീഷ്യൽ ഡാറ്റ ഗ്രിഡിൻ്റെ ഡാറ്റാബേസിൽ നിന്നാണ് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2024 കണക്കനുസരിച്ച് അതിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ 2025 എത്രത്തോളം കേസുകൾ ഉണ്ടാകുമെന്ന്, അതായത് 52.5 525 ലക്ഷം, അതായത് 52.5 മില്യൺ, ഏകദേശം 5,25,00,000 കേസുകൾ അല്ലെങ്കിൽ 5,30,00,000 കേസുകൾക്ക് അടുത്ത് വരാനുള്ള സാധ്യത ഉണ്ട്. അതായത് 2024 ഫിഗറുമായിട്ട് നമ്മൾ ഫിഗർ എടുത്തിട്ട് അതിൻ്റെ ഒരു 2% ഇൻക്രീസ് കൂടെ വെച്ചിട്ടാണ് ഇത്. അപ്രോക്സിമേറ്റ് ആണ്. അപ്പോൾ റിപ്പോർട്ട് കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഏകദേശം 4,50,00,000 പരം കേസുകൾ സബോർഡിനേറ്റ് കോർട്ടുകളിലും 62 ലക്ഷം കേസുകൾ ഹൈക്കോടതികളിലും ഉണ്ടാകും. അതിനുശേഷം ബാക്കിയുള്ള കേസുകളാണ് സുപ്രീം കോടതിയിൽ. കാരണം ഹൈറാർക്കിയിൽ ഏറ്റവും മേളിൽ നിൽക്കുന്നത് സുപ്രീം കോടതിയാണ്. കാരണം കേസുകൾ ഡയറക്റ്റായിട്ട് അങ്ങോട്ട് പോകുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടുത്തെ കേസുകൾ നമുക്ക് സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിയിലായിരിക്കും കേസുകളുടെ എണ്ണവും കുറവ്. ഉത്തർപ്രദേശാണ് ഇക്കാര്യത്തിൽ നമ്പർ 1 സ്പോട്ടിൽ നിൽക്കുന്ന. 117 ലക്ഷം കേസുകളുണ്ട്. അത് കഴിഞ്ഞ് മഹാരാഷ്ട്ര 54 ലക്ഷം, ബീഹാർ 38 ലക്ഷം, വെസ്റ്റ് ബംഗാൾ 32 ലക്ഷം നമ്മൾ പറഞ്ഞു. തമിഴ്നാടും ഗുജറാത്തും അത് കഴിഞ്ഞിട്ട് 29 ലക്ഷം, 26 ലക്ഷമായിട്ട് ഉണ്ട്. ചെറിയ യൂണിയൻ ടെറിട്ടറീസ് ആയിട്ടുള്ള ലക്ഷദ്വീപിൽ 0.02 ലക്ഷവും ലഡാക്കിൽ 0.05 ലക്ഷം. അപ്പം ഏറ്റവും കുറവായിട്ട് കാണിക്കുന്നത് ഈ പറഞ്ഞ 2 യൂണിയൻ ടെറിട്ടറീസിലാണ്. അപ്പോൾ ഇത് നമ്മളുടെ കോടതി ഈ ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ മൊത്തം ഈ അനുപാതം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓരോ വർഷത്തിലും 1 മുതൽ 2% വരെ ഇതിനകത്തിലെ ഇൻക്രീസ് അല്ലെങ്കിൽ വർധനം ഉണ്ടാകുന്നുണ്ട്. പിന്നെ അതിലെ വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഇതിനകത്തിൽ ആർക്കും താല്പര്യമില്ല എന്നത് തന്നെയാണ്. കാരണം ജുഡീഷ്യൽ സിസ്റ്റം അവരൊരു വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള പ്രിവിലേജ്ഡ് സിസ്റ്റമായിട്ട് അവർ പിന്നെ നിലകൊള്ളുന്നതുകൊണ്ടും അല്ലെങ്കിൽ തുടരുന്നതുകൊണ്ടാണ്. കാരണം ഈ എക്സിക്യൂട്ടീവിനോ ഈ ലെജിസ്ലേച്ചറിനോ ഒന്നും അവരെ തൊടാൻ സാധിക്കത്തില്ല. കാരണം ഇത് മൂന്നുമാണല്ലോ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറഞ്ഞാൽ. അപ്പോൾ ഈ 3 പവർഫുള്ളായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പൊളിറ്റിക്കൽ സിസ്റ്റം റെപ്രസെൻ്റ് ചെയ്യുന്ന എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലും അല്ലെങ്കിൽ ഏതാണ് ലെജിസ്ലേറ്റീവ് സിസ്റ്റത്തിലൊക്കെ തന്നെ നമുക്ക് കാലാകാലങ്ങളായിട്ട് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. നിയമങ്ങളും പലതും പുതിയതായിട്ട് വരുന്നുണ്ട്. പല മാറ്റങ്ങളും നിയമങ്ങളിലും ഒക്കെ തന്നെ വരുന്നുണ്ട്. പക്ഷേ ഇതിനെ ഈ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ മാത്രം യാതൊരു രീതിയിലുള്ള റിഫോംസ് അല്ലെങ്കിൽ പരിഷ്കാരങ്ങളും അതുപോലെ തന്നെ മാറ്റങ്ങളും ഇതുവരെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ലാർജ് പോപ്പുലേഷൻ ഉത്തർപ്രദേശിലുള്ളതുകൊണ്ടാണ് ഈ കൂടുതൽ കേസുകൾ അവിടെ ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ കൂടുതൽ ജനസംഖ്യ ഉള്ളപ്പോൾ നമുക്കറിയാം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, കൂടുതൽ കേസുകൾ ഉണ്ടാകും. അത് ക്രിമിനൽ കേസായാലും പിന്നെ ലാൻഡ് കോൺഫ്ലിക്ട്സ്, വസ്തു തർക്കങ്ങൾ, പ്രോപ്പർട്ടി ഇഷ്യൂസ് ഒക്കെ തന്നെ ഉണ്ടാകും. 2024 ഉത്തർപ്രദേശിലെ സബോർഡിനേറ്റ് കോർട്സിൽ മാത്രമായിട്ട് 105 ലക്ഷത്തോളം കേസുകൾ ഉണ്ടായിരുന്നു. അലഹബാദ് ഹൈക്കോർട്ടിൽ മാത്രം 10 ലക്ഷം കേസുകൾ പെൻഡിംഗ് ആയിട്ടുണ്ടായിരുന്നതാണ് നാഷണൽ ജുഡീഷ്യൽ ഡാറ്റ ഗ്രിഡ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മളെ സംബന്ധിച്ച് കൂടുതൽ ആശങ്ക പരത്തുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇന്ത്യയുടെ ഒരു മോഡേൺ ഇന്ത്യ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഇത് വളരെ വലിയൊരു തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യമാണ്. അതുപോലെ നമ്മുടെ ടാക്സ് പേയേഴ്സിൻ്റെ അതൊന്നും ആരും
ചർച്ച ചെയ്യപ്പെടാത്തൊരു വിഷയമാണ്. പൊതുവെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും തന്നെ നമ്മുടെ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളും ഒരിടത്തും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥ. ബാക്കി വളരെ ഈ ചീപ്പായിട്ടുള്ള ടോപ്പിക്സ്, അല്ലെങ്കിൽ വളരെ എന്താണ് പറയുന്നത്, പ്രാധാന്യമില്ലാത്ത ടോപ്പിക്സുകളും അല്ലെങ്കിൽ അതുപോലുള്ള സബ്ജക്റ്റിലൊക്കെ തന്നെ ദിവസം എടുത്തിട്ട് മീഡിയാസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് അലക്കുന്നതാണല്ലോ നമ്മൾ പൊതുവെ കാണാറുള്ളത്. നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള രാജ്യത്തിൻ്റെ ശരിയായിട്ടുള്ള പ്രശ്നങ്ങൾ, ഏറ്റവും പിന്നെന്താണ് പറയുന്നത്, സീരിയസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങൾ, ഇതുപോലുള്ള വിഷയങ്ങളൊന്നും തന്നെ നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ചർച്ചയിൽ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പൊതുവെ ജുഡീഷ്യറിയെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ലീഗൽ സിസ്റ്റത്തിനെ കുറിച്ചൊന്നും ചർച്ചകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള എന്താണ് പറയുന്നത് സംഭാഷണങ്ങളോ ഒന്നും തന്നെ നമ്മൾ കേൾക്കാറില്ല. ഒരിടത്തും ചർച്ച ചെയ്യപ്പെടാറില്ല. ഒരു മുഖ്യധാര മാധ്യമത്തിലോ സോഷ്യൽ മീഡിയയിലോ ഒന്നും തന്നെ ഒരിടത്തും ചർച്ച ചെയ്യപ്പെട്ട് ഇതുവരെ നമ്മൾ കണ്ടില്ല. അപ്പോൾ അത് തന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഡ്രോബാക്കാണ് നമ്മളുടെ സിസ്റ്റത്തിൻ്റെ. കാരണം കോർട്ടിനെ ജുഡീഷ്യറി ഒന്നും പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ജുഡീഷ്യറി ഒരു ഹോളി കൗ ആയിട്ട്, വിശുദ്ധ പശുവായിട്ട് ഇപ്പോഴും നിലകൊള്ളുന്ന ഒരു അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആർക്കും ജുഡീഷ്യറിയെ കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാരണം കൊണ്ടായിരിക്കാം ഇത് ഒരിടത്തും ചർച്ചാ വിഷയമാകാത്തത്. അതിനപ്പുറത്ത് ഇതൊന്നും ആർക്കും കൂടുതൽ എന്താണ് പറയുന്നത്, ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത് ആരും ഇതൊന്നും ഏറ്റെടുത്തത് ചർച്ച ചെയ്യപ്പെടാത്തത്. അതുപോലെ രാജ്യത്തെ സംബന്ധിക്കുന്ന മറ്റു പല പ്രധാനപ്പെട്ട വിഷയങ്ങളും ഒരിടത്തും നമ്മൾ ഇതുപോലെ ചർച്ചാ വിഷയമായിട്ട് കാണാറില്ല. മഹാരാഷ്ട്രയിൽ 54 ലക്ഷം കേസുകളുണ്ട്. പിന്നെ അത് നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും ഇൻഡസ്ട്രിയലായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്കണോമിക് പവർ ഹൗസാണ്. കാരണം മുംബൈ പോലുള്ളൊരു നഗരമൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് ഏകദേശം 120 മില്യൺ പോപ്പുലേഷൻ ഉള്ളൊരു സംസ്ഥാനമാണ്. സ്റ്റേറ്റിൻ്റെ മൊത്തം കേസുകളിലെ മുംബൈയിലുള്ള കോടതികൾ ഏകദേശം 20% കേസുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് കൂടുതലും കൊമേഴ്സ്യൽ ഡിസ്പ്യൂട്ട്സ്, പ്രോപ്പർട്ടി ഇഷ്യൂസ്, ഇതൊക്കെ തന്നെയാണ് കൂടുതലായിട്ടും വരുന്ന കേസുകൾ, അല്ലെങ്കിൽ കേസുകൾ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത്. 2014 മഹാരാഷ്ട്രയിലെ സബോർഡിനേറ്റ് കോർട്സ് ഏകദേശം 48 ലക്ഷം കേസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 2023 1% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓരോ വർഷവും 1 മുതൽ 2% ഇൻക്രീസ് ഇതിനകത്തിൽ ഉണ്ടാകുന്നതല്ലാതെ ഈ തീർപ്പ് കൽപ്പിക്കുന്ന ആ റേറ്റ് വളരെ കുറവാണ്. പിന്നെ വെസ്റ്റ് ബംഗാളും ബീഹാറുമാണ്. 38 ലക്ഷം കേസുകൾ ബീഹാറിലുണ്ട്. അതിന് നമുക്കറിയാം 130 മില്യൺ പോപ്പുലേഷൻ. അപ്പോൾ അവിടെ നമുക്കറിയാം അവിടുത്തെ സോഷ്യോ ഇക്കണോമിക് ആയിട്ടുള്ള വെല്ലുവിളികൾ ഇല്ലേ, അതൊക്കെ തന്നെ തീർച്ചയായിട്ടും കാസ്റ്റ് പൊളിറ്റിക്സ്, കാസ്റ്റ് കോൺഫ്ലിക്ട്സ്, ലാൻഡ് ഡിസ്പ്യൂട്ട്, ഇതൊക്കെ തന്നെ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ വളരെ വിഷയമാണ്. പക്ഷേ അപ്പോൾ അതിനെ ബേസ് ചെയ്താണ് കൂടുതൽ കേസുകളൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ കേസുകൾക്ക് ഡിസ്പ്യൂട്ട് റിഡ്രസൽ സിസ്റ്റം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു ജസ്റ്റിസ് ഡെലിവറി സിസ്റ്റം വളരെ പുവറാണ്, സ്ലോ ആണ് നമ്മുടെ ഇന്ത്യയിൽ. 2023 ബീഹാറിൽ 8 ലക്ഷം കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 6 ലക്ഷം കേസുകൾ മാത്രമാണ് കോർട്ട് പരിഹരിച്ചിട്ടുള്ളത്. അവിടുത്തെ ഒരു പ്രശ്നം ലിമിറ്റഡ് നമ്പർ ഓഫ് ജഡ്ജസ് ആണ്. അതായത് 1 ലക്ഷം ഇൻഡിവിജ്വൽസിന്, വ്യക്തികൾക്ക് ഒരു ജഡ്ജാണുള്ളത്. അപ്പോൾ അതൊക്കെ തന്നെ നമ്മുടെ ജുഡീഷ്യൽ എഫിഷ്യൻസിയെ വല്ലാതെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. വെസ്റ്റ് ബംഗാളിലെ 32 ലക്ഷം കേസുകൾ, അവിടെയും ഇതുപോലൊക്കെ തന്നെയുള്ള അവസ്ഥകൾ നിലനിൽക്കുന്നു. അപ്പോൾ ഈ സംസ്ഥാനങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പെൻഡിങ് കേസുകളുള്ള സംസ്ഥാനങ്ങൾ. തമിഴ്നാടും ഗുജറാത്തും അത് കഴിഞ്ഞ് തന്നെയാണ് 29 ലക്ഷം കേസുകൾ. തമിഴ്നാടിനെ സംബന്ധിച്ച് അർബൻ ഏരിയാസ്, ചെന്നൈ, ഈ ഒരു മേഖലയെ കേന്ദ്രീകരിച്ചാണ് 29 ലക്ഷം കേസുകളിൽ കൂടുതലും. അവിടെ ഫാമിലി പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട്സ് ഒക്കെ തന്നെ വളരെ എന്താണ് പറയുന്നത്, എപ്പോഴും അതിലൊരു പ്രധാനപ്പെട്ട ചില ഇഷ്യൂസാണ്. 2024 27 ലക്ഷം കേസുകളുണ്ടായിരുന്നു. 2025 29 ലക്ഷം കേസുകളായിട്ടുണ്ട്. 30% കേസുകൾ ഡിവോഴ്സും ഇൻഹെറിറ്റൻസ്, നമ്മളുടെ പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസ് കേസുകളൊക്കെ തന്നെയാണ് അവിടുത്തെ. ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള നേച്ചറാണ് കേസുകളിൽ എന്ന് പറഞ്ഞാൽ. ക്രിമിനൽ കേസും സിവിൽ കേസും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും, സിവിൽ കേസ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒട്ടനവധി കേസുകൾ ഉണ്ടല്ലോ നമുക്ക്. ഇപ്പം ഡിവോഴ്സ് കേസ്, പ്രോപ്പർട്ടി ഇഷ്യൂസ്, ഇൻഹെറിറ്റൻസ് കേസ്, ലാൻഡ് ഡിസ്പ്യൂട്ട്, ഇതൊക്കെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സിവിൽ കേസുകളാണ്. അപ്പോൾ ഗുജറാത്തിനെ സംബന്ധിച്ച് 26 ലക്ഷം കേസുകളാണുള്ളത്. അപ്പം അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും ഇത് വ്യത്യസ്തമായിട്ടുള്ള അളവിലും തോതിലൊക്കെ തന്നെയാണ്. ഈ പറഞ്ഞ ലക്ഷദ്വീപിലും ലഡാക്കിലും ഒക്കെ തന്നെയാണ് ഏറ്റവും കുറവുള്ളത്. സിക്കിമിൽ 0.3 ലാക്ക്, ചണ്ഡീഗഡിൽ 0.2 ലാക്സ്. കേരളത്തിൽ നമ്മൾ നേരത്തെ 13 ലക്ഷം എന്നല്ല നമ്മൾ കേരളത്തെ കാര്യം പറഞ്ഞത്. കേരളത്തിൽ 13 ലക്ഷം കേസുകൾ പെൻഡിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം
എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണമൊന്നുമില്ല. കാരണം ഇതിനകത്ത് റിഫോംസ് കൊണ്ടുവരാനായാലും പ്രത്യേകിച്ച് ജുഡീഷ്യൽ സിസ്റ്റത്തിൽ നിന്ന് തന്നെ റിഫോംസ് ഉണ്ടാക്കിയെടുക്കേണ്ട വലിയൊരു അത്യാവശ്യമാണ്. ഇന്ത്യയിലെ പോപ്പുലേഷൻ നമുക്കറിയാം 1.4 ബില്യനാണ്. അപ്പോൾ ഈ ഇത്രയും പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യത്ത് നമുക്കറിയാം എന്തുമാത്രം കേസുകൾ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ സിസ്റ്റത്തെ, സംവിധാനത്തെ, ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഒക്കെ ഈ പരിഷ്കരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഈ ടെക്നോളജി ഇന്ന് വളരെ സുലഭമായിട്ടുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ ഈ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൂടുതൽ ജുഡീഷ്യൽ ഓഫീസേഴ്സിനെ, ജഡ്ജസിനെയും, ഇനി കോർട്ടുകൾ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ കോർട്ടുകൾ, അതുപോലെ തന്നെ ഏറ്റവും ഇന്നവേറ്റീവായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതുപോലുള്ള പല കേസുകൾക്കും തീർപ്പ് കൽപ്പിക്കത്തക്ക രീതിയിലുള്ളൊരു സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള പല മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാകത്തുള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെ ഈ കേസുകൾ ഈ സ്പീഡിൽ തന്നെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ 323 വർഷമെങ്കിലും വേണ്ടി വരും നമുക്കിതെല്ലാം തീർപ്പ് കൽപ്പിക്കാൻ. അതായത് ഈ 5,30,00,000 കേസുകൾ നമുക്ക് ഈ കേസുകൾ മാത്രമായിട്ട്, ഇനി വരാനുള്ള കേസുകളല്ല, ഈ കേസുകൾ മാത്രം നമുക്ക് തീർപ്പ് കൽപ്പിക്കാൻ ഏകദേശം 10,325 അല്ലെങ്കിൽ 10,330 വർഷം വേണ്ടി വരും എന്നുള്ളതാണ് പൊതുവെ അവലോകനം ചെയ്യപ്പെടുന്ന ഒരു കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ത്യയിലെ ജഡ്ജസിൻ്റെ വല്ലാത്തൊരു അഭാവമുണ്ട്. അതായത് 10 ലക്ഷം ആൾക്കാർക്ക് 20-21 ജഡ്ജിമാരാണുള്ളത്. ഏകദേശം 50ഓളം വേണ്ടി വരുന്നൊരു സ്ഥലത്താണ് ഈ പറഞ്ഞ ഒരു കപ്പാസിറ്റി ഉള്ളത്. അപ്പോൾ എത്രത്തോളം ഇത് നമ്മുടെ ലോ കമ്മീഷൻ മുന്നോട്ട് വെച്ചാണ് ഈ 50 ജഡ്ജിമാരെങ്കിലും വേണം 10 ലക്ഷം പേർക്ക് എന്നുള്ളത്. മനസ്സിലായില്ല. ഉത്തർപ്രദേശിൽ 2000 ജഡ്ജസാണ് 117 ലക്ഷം കേസുകൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഏകദേശം കപ്പാസിറ്റിയുടെ 70% കപ്പാസിറ്റിയിലാണ് കോർട്ട്, അവിടുത്തെ ജുഡീഷ്യൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. 30%-ഓളം എന്ന് പറയുന്നത് അവിടെ നോൺ ഫങ്ഷണലാണ്. അപ്പോൾ അത് തന്നെ നമുക്ക് എത്രത്തോളം ഇൻഎഫിഷ്യൻസി അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഇല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കും. അതുപോലെ തന്നെ മഹാരാഷ്ട്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡിജിറ്റൽ റിസോഴ്സിൻ്റെ വല്ലാത്ത അഭാവമുണ്ട് അവിടെ. അപ്പോൾ അവിടെ ഈ പറഞ്ഞ ഹിയറിങ്സിൻ്റെ ഒക്കെ സ്പീഡിനെ വല്ലാതെ, ഹിയറിംഗ് ഉണ്ടല്ലോ, കോർട്ട് ഹിയറിംഗ്, അപ്പോൾ അതൊക്കെ വല്ലാതെ ഡിലേ ആക്കുന്നുണ്ട്. 2024 20%-ഓളം സബോർഡിനേറ്റ് കോർട്സിന് ഇ ഫയലിംഗ് സിസ്റ്റം ഇല്ല എന്നാണ് നാഷണൽ ജുഡീഷ്യൽ ഡാറ്റ ഗ്രിഡ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള നിയമങ്ങളും അതുപോലെ തന്നെ ഈ ഡിലേയ്സ്, കാലതാമസമൊക്കെ തന്നെ വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതാണ്. തമിഴ്നാട്ടിലെ 30%-ഓളം 2024 കേസുകൾ ഫാമിലി ഡിസ്പ്യൂട്ട്സ് ആണ്. അപ്പോൾ അതൊക്കെ തന്നെ ഒന്നിൽ കൂടുതൽ ഹിയറിങ്സ് വേണ്ടി വരുന്നതാണ്. അപ്പോൾ അതിനകത്തൊക്കെ ഒത്തിരി ഡിലേയ്സ് ഉണ്ടാകുന്നുണ്ട്. 50%-ഓളം 50%-ൽ കൂടുതൽ കേസുകൾ 3-4 പ്രാവശ്യമൊക്കെ മാറ്റിവെക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഈ വക്കീലന്മാരും അല്ലെങ്കിൽ ലോയേഴ്സും ഒക്കെ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ അതൊക്കെ തന്നെ ഈ പറഞ്ഞ കേസുകളെ ബാധിക്കുന്നുണ്ട്. കൃത്യമായിട്ട് അതിനെ പൂർത്തീകരിക്കാൻ കഴിയാതെ വരുന്ന, നമുക്കറിയാം വക്കീലന്മാർ എത്രത്തോളം ലോയേഴ്സ് എത്രത്തോളം കണ്ണിങ് ആണ് എന്നുള്ള ഒരു, കാരണം അവരുടെ, അപ്പോൾ അവരെല്ലാം കൂടുന്ന വലിയൊരു സംവിധാനമാണ്. അപ്പോൾ ഇതൊരു, നമുക്ക് അവരെ കുറ്റപ്പെടുത്തുന്നില്ല ജുഡീഷ്യൽ സിസ്റ്റത്തിനെ, പക്ഷേ ഒരു മാഫിയ പോലാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഒരു ഡീപ് സ്റ്റേറ്റ് പോലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ് സ്റ്റേറ്റ് ആണ് ശരിക്കും. ഇത് രാജ്യത്തിൻ്റെ ശരിക്കുള്ള പുരോഗതിയെയും പ്രോഗ്രസിനെയും വികസനത്തിനെയും ഒക്കെ തന്നെ തടയുന്നൊരു വലിയൊരു സ്റ്റംബ്ലിംഗ് ബ്ലോക്കായിട്ട് നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് നമുക്ക് റിഫോംസ്, പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിൽ റിഫോംസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുഖ്യധാര മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ മുഖ്യധാരയിൽ ചർച്ച ചെയ്യപ്പെടാത്ത ഇന്ത്യ നേരിടുന്ന ഏറ്റവും ഭീതിജനകമായിട്ടുള്ള അല്ലെങ്കിൽ ടെറിബിളായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഈ ജുഡീഷ്യൽ സിസ്റ്റത്തിലെ ഇത്രയും ബാക്ക്ലോഗ് അല്ലെങ്കിൽ പെൻഡിങ് കേസസ്. അത് തീർച്ചയായിട്ടും ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ ഇൻഎഫിഷ്യൻസി തന്നെയാണ് കാണിക്കുന്നത്. ഒന്ന്, അത് അവരുടെ പിന്നെ റിഫോംസ് അതിനകത്തിൽ കൊണ്ടുവരാൻ അവർ സമ്മതിക്കാത്തതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അവരെ ഒരു പ്രിവിലേജ്ഡ് സെക്ഷനായിട്ട് അവർ നിലനിർത്തിക്കൊണ്ട്, ഒരു ഹോളി കൗവായിട്ട് അവരെ നിലനിർത്തിക്കൊണ്ട്, ഇപ്പോൾ എക്സിക്യൂട്ടീവോ ലെജിസ്ലേറ്ററിനോ ഒന്നും തന്നെ ഇതിനെ ടച്ച് ചെയ്യാൻ കഴിയാത്ത, അതിനും മേളിൽ ഉള്ളൊരു എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു ക്ലിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ്, നമുക്കൊരു കൂട്ടം, വളരെ പ്രിവിലേജായിട്ടുള്ളൊരു കൂട്ടം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട്
അവർ സ്വയം സെൽഫ് പ്രൊക്ലെയിംഡ് ആയി നിലനിൽക്കുന്നുണ്ട്. കാരണം ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിൽ അവരെ മാത്രം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ടച്ച് ചെയ്യരുത്, അല്ലെങ്കിൽ അവരുടെ ഏരിയയിലൊക്കെ ഈ പറഞ്ഞ എക്സിക്യൂട്ടീവോ ലെജിസ്ലേറ്റീവോ ഒന്നും കയറി കളിക്കരുത് എന്നുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഫയർ വാൾ പണിതിട്ട് അവരെ അങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ പരിഷ്കാരങ്ങളൊന്നും ഇതിനകത്ത് സാധ്യമാകുന്നത്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഇത് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ഇത് നമുക്ക് ഇത് പരിഹരിക്കാതെ ഇന്ത്യക്ക് ഒരു ഏറ്റവും മോഡേൺ, ആധുനികമായിട്ടുള്ള അല്ലെങ്കിൽ വികസിത രാജ്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. ഇന്ത്യയുടെ വികസനത്തിന് തടസ്സം നിൽക്കുന്ന അല്ലെങ്കിൽ തടയിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസ്ഥയായിട്ടാണ് നമുക്ക് ഈ ജുഡീഷ്യറിയുടെ ഈ പറഞ്ഞ ഇന്നത്തെ ഈ 5 കോടിയിൽ പരം പെൻഡിങ് കേസുകൾ നിലനിൽക്കുന്ന ഈ അവസ്ഥ നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് തൽക്കാലം പറയാനുള്ളത്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നമസ്കാരം.